ഹലോ ഗൈസ്, ഇന്ന് നമ്മുടെ കൂറുള്ളത് ഇതേ ഈ കിടക്കുന്ന വലിയ പടവണ്ടാരൻ സാധനത്തിൻ്റെ തൊട്ട് പുറകിലിരിക്കുന്ന നമ്മുടെ പാവപ്പെട്ട സാധനമായ സ്റ്റാർ സിറ്റിയാണ്. അപ്പം ഇന്ന് ഞാൻ പെട്ടെന്ന് കുറച്ച് കാര്യങ്ങൾ പറയാം. അതിനുശേഷം എനിക്ക് വേറെ ഒരു കാര്യത്തെ പറ്റിയുള്ള സംസാരിക്കാനുണ്ട്. ആദ്യം തന്നെ ഞാൻ പറയാം, ഈ വീഡിയോ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല. നമ്മൾ ഈ കഴിഞ്ഞ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം, പോയി കണ്ടിട്ട് വരിക. അപ്സെറ്റ് മൊത്തം മാറിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറഞ്ഞിരുന്നത് ഈ സ്വിച്ചിൻ്റെ ഈ സെറ്റും ഇപ്പുറത്ത് ഇതാട്ടുകൊണ്ട് ഇതും മാറണം. അതുപോലെ തന്നെ വണ്ടിയുടെ ഇഗ്നിഷൻ സെറ്റ് മാറണം. അപ്പം ഈ ഇഗ്നിഷൻ സെറ്റിൻ്റെ കൂട്ടത്തിൽ ഈ ലോക്കും ആ സൈഡിൽ ആ ഒരു ബാറ്ററി തുറക്കുന്ന ഓപ്പൺ ചെയ്യുന്ന ആ ഒരു ലോക്കും മാറണമായിരുന്നു. അപ്പോൾ ഇത് മൂന്നാണ് ഇതിൽ വരുന്നത്. പിന്നെ ഇത് പിന്നെ അതുപോലെ മേത്തുള്ള മെയിൻ വയറിംഗ് സെറ്റ്. ഇതിലിപ്പോൾ നമ്മൾ മാറിയെന്ന് പറഞ്ഞാൽ ഇത് മാറി, ഈ പറയുന്ന ലോക്ക് സെറ്റ് മാറി. അപ്പം ലോക്ക് സെറ്റിൻ്റെ കൂട്ടത്തിൽ വരുന്നതാണ് ഇതും ഈ സംഗതി. അപ്പം അതും സെറ്റാണ്. അപ്പോൾ ലോക്ക് സെറ്റ് മുഴുവൻ കിട്ടി, ഇതും കിട്ടി. അത് നമുക്ക് കിട്ടാതെ പോയതെന്ന് പറഞ്ഞാൽ ഈ ഒരു സാധനവും കിട്ടിയില്ല, അകത്തുള്ള വയറിംഗ് സെറ്റും കിട്ടിയില്ല. അപ്പം ഇത് വയറിംഗ് സെറ്റായിരുന്നു മെയിൻ, അത് കിട്ടിയില്ല, അത് അവിടെ ഇല്ലെന്ന് പറഞ്ഞവർ. അപ്പം ഈ പറയുന്ന പോലെ ക്ലച്ച് ലിവറൊക്കെ പുതിയതാണ്. അപ്പം എന്താ പറയുക, എനിക്ക് സത്യം പറഞ്ഞാൽ പറയല്ലോ, ഞാൻ കഴിഞ്ഞൊരു സ്പെയർ പാർട്സ് വീഡിയോ പറഞ്ഞതാണ്. അതായത് നമ്മൾ ഒറിജിനൽ മേടിക്കുന്ന കണക്ക് നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് അല്ല അടുത്ത് മേടിക്കുന്നില്ല. ഒന്നിൽ നമ്മൾ ഒറിജിനൽ വണ്ടിയിൽ നിന്ന് പോയി പൊളിച്ചെടുത്തുകൊണ്ട് വരിക, അല്ലാതെ ഒരു രക്ഷയില്ല. നമ്മൾ സെക്കൻഡ് ഹാൻഡ് ആയിട്ട് അല്ലാതെ ഈ വേറെ കമ്പനിയൊക്കെ ഇറക്കുന്ന ഇതേപോലത്തെ സാധനം മേടിച്ച് കഴിഞ്ഞാൽ അത്ര ക്വാളിറ്റി കാണത്തില്ല. കാരണം ലിവറിലൊക്കെ ഇവിടെ കുറച്ചൊരു ഗ്രിപ്പ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ ലിവറിലൊക്കെ ഒരുമാതിരി തെന്നുന്ന സൈസാണ്. അതായത് പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ഗ്രിപ്പുള്ള മോഡലായിരുന്നു. അപ്പോഴത്തേക്ക് ഇതിപ്പോൾ അത്രത്തോളം ഒരു ഗ്രിപ്പുള്ള സാധനമല്ല. അത് ഇത് മാത്രമല്ല, ഇതിൻ്റെ ഷിഫ്റ്റിങ്ങിലും ഇപ്പോൾ ഗിയർ വണ്ടിയൊക്കെ ഇടിയും. ഇപ്പം കുറച്ച് നേരമായിട്ട് എണ്ണയൊക്കെ അടിച്ച് ഓടിച്ച് നോക്കി, വണ്ടി ഒട്ടും ഓക്കെ ആകുന്നില്ല. ഇപ്പോൾ 2-3 ദിവസം ഫിറ്റ് ചെയ്തിട്ട്. അപ്പം ഇതൊക്കെയാണ് ഇപ്പോൾ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ മാറി. വണ്ടിക്ക് ഇപ്പം ഓണ് ഓഫെല്ലാം പക്കയാണ്, ഹാൻഡിൽ ലോക്ക് എല്ലാം സെറ്റാണ്. അപ്പം വണ്ടിയെല്ലാം ഓക്കെ ആയിട്ടുണ്ട്. അപ്പം ഇനി വയറിംഗ് സെറ്റിന് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സംഗതി ഞാൻ കൊടുത്തിട്ടില്ല. ഇതിനകത്ത് ഈ ഒരു സ്വിച്ച് ബോർഡിലും പഴയ നിന്നുള്ള ഈ പുതിയൊരു വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയെല്ലാം ഓക്കെയാണ്. ഇതിൽ ഒരു ഫീച്ചർ കുറവാണ്. അതായത് ഇപ്പം ഇതിൽ ഓഫ് സ്റ്റേറ്റ് ആണ്. ഇതിലിപ്പോൾ പാർക്ക് ഓൺ, ഇതിപ്പോൾ പാർക്ക് ഓൺ ഇച്ചിരി കൂടെ മുമ്പോട്ട് പോകുമ്പോഴത്തേക്ക് ലൈറ്റ് ഓൺ, ഇങ്ങനെയായിരുന്നു പഴയ. പക്ഷേ ഇപ്പോഴത്തേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഓൾറെഡി ഈ പറഞ്ഞ പാർക്ക് ഓണായി കിടക്കുകയാണ്, ഓഫ് ചെയ്യാക്കത്തില്ല. ഇത് ഓഫ് സ്വിച്ച് ഒന്നുമില്ല, പാർക്ക് ഓണാണ്. അതുപോലെ നമുക്ക് ലൈറ്റ് നേരെ ഓൺ ചെയ്യാം. അതായത് പാർക്ക് ഓൺ, ലൈറ്റ് ഓൺ, അത് മാത്രമേ ഉള്ളൂ. പാർക്ക് ഓൾട്ട് ഓണായി കിടക്കുകയാണ്, ലൈറ്റ് ഓൺ ചെയ്യുക, പിന്നെ പാർക്കിലേക്ക് തിരിച്ചിടുക. അതില്ല നമുക്ക് ഇവിടെ സത്യത്തിൽ സ്വിച്ച് ഓഫ് ഓപ്ഷനാണ് പഴയത് വരുന്നത്. പക്ഷേ ഇത് ഈ ഫ്രണ്ടിലുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്ട ഇങ്ങനത്തെ ഒരു ഫീച്ചറില്ല. അപ്പോൾ അത് വലിയൊരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സത്യത്തിൽ ആ ഒരു ഓപ്ഷനല്ലേ കേസ്, വേണമെങ്കിൽ ഇതാക്കാം, ഓഫാക്കാം, അങ്ങനത്തെ സ്വിച്ചാണ് എനിക്കിഷ്ടം. പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല, അതിപ്പം ഒന്നും ചെയ്യാൻ. അപ്പോൾ എന്തായാലും വണ്ടിയിലെ കാര്യങ്ങൾ അതൊക്കെയേ ഉള്ളൂ, വേറെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പിന്നെ എനിക്ക് പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വണ്ടി കയറി സംസാരിക്കാം. അപ്പം ഞാൻ പറയാനുള്ള രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡിനെ പറ്റിയാണ്. അപ്പം പെട്ടെന്ന് പറയുന്ന അവസ്ഥയാണ്. ഇപ്പം ജീവൻ പൊലിഞ്ഞ് ഒരുപാട്, അവർക്കെല്ലാം ആദരാഞ്ജലികൾ അർപ്പിക്കാം. നമുക്ക് പിന്നെ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം കൈസ്, അതിൽ കൂടുതൽ ചെയ്യല്ല. നമുക്ക് പ്രാർത്ഥിക്കാം, നമ്മളാൽ കഴിയുന്ന ഹെൽപ്പ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചെയ്യാം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയല്ലേ ഉള്ളൂ, അത് ചെയ്യാം. എനിക്ക് അതാണ് രണ്ടാമതായിട്ട് പറയാനുള്ള കാര്യം. പിന്നെ വണ്ടിയുടെ കേസ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. വണ്ടിയുടെ ഈ ലോക്ക് സെറ്റ് വരുന്ന 3 സാധനങ്ങൾ മാറിയിട്ടുണ്ട്. അതുപോലെ ഈ സ്വിച്ച് സെറ്റ് മൊത്തം മാറി. പിന്നെ സ്വിച്ചിൻ്റെ കാര്യത്തിന് ആ കണക്ഷനൊന്നും കൊടുത്തിട്ടില്ല. അതായത് ഈ പറയുന്ന അകത്ത് വെറുതെ കിടക്കുകയാണ്. അതായത് ഇതിനകത്ത് 2 സോക്കറ്റ് ഉണ്ട്, ബാക്കിയുള്ള ഇതിലും സോക്കറ്റ് ഇല്ലായിരുന്നു. അത് ഞാൻ കട്ടി കളഞ്ഞപ്പോൾ 2 പഴയ ഇരുന്ന സ്പീഡോമീറ്റർ ഇരുന്ന സോക്കറ്റുള്ള അത് കട്ടി കളഞ്ഞിട്ടില്ല. ആ സോക്കറ്റ് സെറ്റോടുകൂടി ഇതിനകത്ത് എടുത്ത് കണക്ട് ചെയ്യാൻ പറ്റും. അത് എടുത്ത് ബൾബ് കയറ്റി വയ്ക്കുന്നത്, അങ്ങനെ കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലും ഇപ്പോൾ സോക്കറ്റ് ഉണ്ട്, സ്പീഡോമീറ്ററിലും സ്വിച്ചിലും ഇപ്പോൾ സോക്കറ്റ് ഉണ്ട്. സത്യത്തിൽ ഇല്ലാത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ പറയുന്ന വയറിംഗ് സെറ്റിനകത്ത് ഇതില്ല, വയറിംഗ് സെറ്റ് കിട്ടിയില്ല. വയറിംഗ് സെറ്റ് പഴയ തന്നെ കിടക്കും. അപ്പോൾ വയറിംഗ് സെറ്റ് ഒന്നും കൊടുത്തിട്ടില്ല. ജസ്റ്റ് വണ്ടി എന്താ പറയുക, സ്റ്റാർട്ടായി കൂടുന്നില്ല. രാത്രി ഒന്ന് ലൈറ്റും കാര്യങ്ങളും ഈ പറയുന്ന പോലെ ഈ കിടന്ന ഇൻഡിക്കേഷൻസ് ഈ പറയുന്ന പോലെ സ്റ്റാർ സിറ്റി എഴുതിയിരിക്കുന്നത് ഈ ഒരു ഡിസ്പ്ലേ ലൈറ്റും കാര്യങ്ങളും ഒന്നും ഇപ്പോൾ വർക്കിംഗ് അല്ല. അപ്പോൾ അത് നമ്മൾ കറക്റ്റ് സോക്കറ്റ് മേടിക്കണം. ഒന്നെങ്കിൽ നമുക്ക് എന്ത് ചെയ്യും, ഇപ്പോൾ വർക്ക് ചെയ്യിപ്പിക്കാം. ഈ ഒരു സാധനം ഇതിൽ സോക്കറ്റ് കട്ട് ചെയ്താൽ. പക്ഷേ ഒരു സോക്കറ്റ് കട്ട് ചെയ്തതിൻ്റെ അനുഭവമാണ് ഇപ്പം ഞാനിത് മേടിക്കാൻ തന്നെ കാരണം. അപ്പോൾ അത് പിന്നെയും കട്ട് ചെയ്താൽ എന്നെ കാട്ടി വലിയൊരു മണ്ട ലോകത്ത് വേറെ കാണത്തില്ല. അപ്പോൾ ഗൈസ്, നമുക്ക് അടുത്തൊരു വീഡിയോ കാണുന്നവരെ ദിസ് ഈസ് ടാക്കോറി സൈനിങ് ഓഫ്. ടേക്ക് കെയർ, പ്രേ ഫോർ നമ്മുടെ വയനാട് ലാൻഡ് സ്ലൈഡിൽ പറ്റി കിടക്കുന്നവർക്ക്. ബൈ.